ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഇന്നുള്ളത് ബനി മണ്ഡപ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മൈസൂരിൽ കുറച്ച് ഉൾഭാഗത്തെ ഒരു വർക്ക്ഷോപ്പ് ഏരിയ ആണ്. ഒരു ചെറിയൊരു ഷോപ്പാണ്. പക്ഷേ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ഫേമസ് ആണ്. ഇന്ത്യൻ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, കർണാടക സ്റ്റേറ്റ് അവാർഡുകൾ, അങ്ങനെ ഒരുപാട് അവാർഡുകൾക്ക് വാങ്ങിയിരുന്ന ഒരു ഫാദറാണ് ഉണ്ടായിരുന്നത് ഇവിടെ, മോഹൻ സാർ എന്ന് പറയും. ഞാൻ അവരെ കുറച്ച് കാലം മുമ്പ് പരിചയപ്പെട്ടിരുന്നു. എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട് ഇവിടെ, കാർ വർക്ക്ഷോപ്പ്. ആ കെയർ ഓഫിലാണ് അവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മൾ സാധാരണ പോർട്രേറ്റുകൾ, ഓയിൽ പെയിൻറ്റ്, വാട്ടർ പെയിൻറ്റ്, കളറിലൊക്കെ പല ഡ്രോയിങ്ങും പോർട്രേറ്റും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ വുഡിൽ ഡിഫറെൻറ്റ് കളറിലെ വുഡിൻ്റെ പീസ് കൊണ്ട് പോർട്രേറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു വർക്ക്ഷോപ്പാണ്. അച്ഛനുണ്ടായിരുന്നു. അച്ഛന് മരിച്ചിട്ട് ജസ്റ്റ് ഒരു വർഷമായിട്ടുള്ളൂ. അപ്പം ഞാൻ അന്വേഷിച്ച് വന്നപ്പോഴേ അവർ മരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ മക്കളുണ്ട്, മക്കളിത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വർക്ക് വളരെ റെയറായിട്ട് ഇത് ചെയ്യുന്ന ഒരു വർക്കാണിത്, അങ്ങനെ എല്ലാവരും ചെയ്യുന്നില്ല. അപ്പം ഞാനിന്ന് മോഹൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഓഫീസിലുള്ളത്. അതാണ് ആ കാണുന്ന ഫോട്ടോ ആണ് മോഹൻ സാറ്. ഞാൻ മുമ്പ് പരിചയം ഉണ്ടായിരുന്നു. അവരിപ്പോൾ മരിച്ചിട്ട് ഒരു 1.5 മാസം ആയിട്ടേ ഉള്ളൂ. അവരെ മകനാണിത്, പരിചയപ്പെടാം. സാറിൻ്റെ പേര് സുരേഷാണ്. ഇപ്പോൾ ഇവരും ഇവരെ ബ്രദറും കൂടെയാണ് ഇതിപ്പം വർക്ക്ഷോപ്പ് നടത്തുന്നത്. സംഭവം ചെറിയൊരു വർക്ക്ഷോപ്പാണ്, പക്ഷെ ಭಯಂಕರമായിട്ട് ಫೇಮಸ್ ആണ് ഓൾ ಇಂಡಿಯ. ಸರ್ ಎಕ್ಸ್ಪೋರ್ಟ್ ಎಲ್ಲ ಮಾಡ್ತಾರೆ ಫುಲ್ಲು? ಎಲ್ಲೆಲ್ಲ ಮಾಡ್ತಾರೆ ಆ್ಯಕ್ಚುಲಿ? ಹೋಗ್ತಾ ಇಲ್ಲ, ಆರ್ಡರ್ ಬರ್ತಾರೆ, ಫಾರಿನ್ ಆರ್ಡರ್ಸು ಎಲ್ಲ. ಇಲ್ಲಿ ಫಸ್ಟ್ ಬಿಲ್ ಕ್ಲಿಂಟನ್ ಮಾಡಿದ್ದು, ಆಮೇಲೆ ಅಲ್ಲ ಒಬಾಮಾ ಮಾಡಿದ್ದು, ಆ ಥರ ಅದೇ ಅಲ್ಲ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പെയിൻറ്റിങ് അല്ല, പിന്നെ വാട്ടർ കളർ അല്ല, അക്രിലിക് അല്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില വുഡ് പീസസ് ആണ്. വുഡ് പീസസ് ഇങ്ങനെ ഡിഫറെന്റ് വുഡ് ആയിട്ടാണ്. ഇത് ഡിഫറെന്റ് വുഡ്. അതെ, ഇത് ഡിഫറെന്റ് റെഡ് ഡിഫറെന്റ് വുഡ്. പതിമുഖം കേരള കിടക്കിയത് പതിമുഖം. The silver, white one, silver. White silver, okay. Adi ella 4-5 types of wood use panni senjirka idu. Okay. Normally 50 to 60 wood namakku available irukku. 50 60 different colors, different types. Okay. ഒരു 55-60 വുഡുകൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് കളേഴ്സ്, ഒറിജിനൽ കളർ. എന്നിട്ട് കളർ ചെയ്യാത്തതാണ്, പെയിന്റിങ് ചെയ്യുന്നില്ല. ജസ്റ്റ് കണ്ടില്ല, ഇത് ഫുള്ള് കളേഴ്സിന്റെ മാത്രമാണ് ഈ കാണുന്നത്. ആ കളേഴ്സ് ഫുൾ ഒറിജിനൽ കളർ, അതിനെ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്ന വുഡുകൾ. അപ്പം പറഞ്ഞില്ല, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലാണ് പതിമുഖം, ഈ റെഡ് കളറിൽ പതിമുഖം എന്ന് പറയുന്നത്. അത് നമ്മൾ വെള്ളത്തിലൊക്കെ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ആ വുഡാണ് പതിമുഖം എന്ന് പറയുന്നത്. അങ്ങനെ ഈ വർക്കെല്ലാം ഇവിടെ ചെയ്തതാണ്. ഇത് KRSന്റെ ഒരു വൃന്ദാവൻ കാർഡന്റെ ഒരു രൂപം ഉണ്ടാക്കിയതാണ്. വിശ്വസിക്കാൻ സ്വല്പം പ്രയാസമായിരിക്കും, എന്നാലും ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഇത് രവിവർമ്മ, രാജാ രവിവർമ്മൻ്റെ ഒറിജിനൽ ഓയിൽ പെയിൻറ്റിൻ്റെ അതേപോലെ വുഡ് പീസസ്, ചെറിയ പീസ്, ഒറിജിനൽ പീസ്. കളറൊന്നും തൊട്ടില്ല, കളർ എന്ന നാച്ചുറൽ കളർ. ഇത് തല ഇനി കംപ്ലീറ്റ് ചെയ്യാണ്ട് ബാക്കി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതുണ്ടല്ലേ, എല്ലാം ചെറിയ കൊച്ചു വുഡ് പീസുകളാണ് ഇത് ഉപയോഗിക്കുന്നത്, വുഡ് പീസ്. അതുപോലെ ഇപ്പുറത്തുണ്ട് രാജാവ് രവിവർമ്മൻ്റെ വേറൊരു വർക്കാണ് ഇത് കാണുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടില്ല, ജസ്റ്റ് വർക്ക് ഓൺ ദ വേയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് അതിൻ്റെ അതിശയം എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വരെ ജസ്റ്റ് ഉപയോഗിച്ചത് വുഡ് കളറുകളാണ്. ഓരോരോ പീസുകളായിട്ട് ഇങ്ങനെ കാണാം, ഓരോ ഡിഫറെൻറ്റ് കളറും വുഡ് പീസസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു പെയിൻറ്റിങ് പോർട്രേറ്റ് ചെയ്യാൻ ആരെങ്കിലും ആർട്ടിസ്റ്റുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ഫോട്ടോ കൊടുക്കണം. അതുപോലെ ഈ ഫോട്ടോ ആണ്, ഈ ഫോട്ടോൻ്റെ പോർട്രേറ്റ് മരത്തിൽ ചെയ്യാനാണ് ഈ വർക്ക്ഷോപ്പിൽ ഇവരെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഇതൊരു 10-20 ദിവസം കൊണ്ടാണ് ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അവരുടെ ഫേസ് ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഇത് കുറേശ്ശെ അത് കംപ്ലീറ്റ് ആയിട്ട് അത് പോർട്രേറ്റിൻ്റെ ഓരോ ഭാഗങ്ങൾ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ടോട്ടൽ ഫുള്ള് ഇതിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫുള്ള് വുഡാണ്. ഈ കാണുന്ന എല്ലാ ഭാഗങ്ങളും വുഡ് പീസസാണ്, ഫുൾ വുഡ്. ನಿಮ್ಮ ಹೆಸರೇನು? നടരാജ്. ഓക്കെ, ഇവരെ നടരാജ് എന്ന് പറയുന്ന അവർ ഇത് കട്ട് ചെയ്യുന്നുണ്ട്. വളരെ മൈന്യൂട്ടായിട്ട്
കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തത് അതുപോലെ ഞാനതാ ഇതാണ് ഡ്രോയിങ്. ഈ ഡ്രോയിങ് ഇതാണ് ഇപ്പം അവർ ചെയ്യാൻ പോകുന്നത്. ഈ ഡ്രോയിങ്ങിനെ അവർ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വുഡിലേക്ക് കൊണ്ട് മാറ്റുക ചെയ്യുന്നത്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഇതാണ് പ്രിന്റഡ്. ഇത് പ്രിന്റഡ് കോപ്പിയാണ്. അതിൻ്റെ അതേ രൂപത്തിൽ ചെയ്യുന്നതാണ് ഇത് ഇപ്പുറത്ത് കാണുന്നത്. ഇത് ഫുൾ വുഡ് പീസിലാണ് ചെയ്യുന്നത്. എക്സാക്റ്റ് ആയിട്ട് ഞാനൊരു ആർട്ടിസ്റ്റാണ്, പെയിൻറ്റിങ് വർക്കെല്ലാം ചെയ്യുന്നുണ്ട്, വാട്ടർ കളർ എല്ലാം അറിയാം. പക്ഷേ ഇതൊരു അതിശയിപ്പിക്കുന്ന ഒരു വർക്കാണിത്. കാരണം വളരെ ടൈം എടുത്ത് എക്സാക്റ്റ് നോക്കി കട്ട് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് പെയിൻറ്റ് കൊണ്ട് തന്നെ ചെയ്യുന്നത് വളരെ റിസ്ക്കാണ്. പക്ഷേ ഇതിൻ്റെ ഒന്ന് ആലോചിക്കാമല്ലോ, പീസസ് എങ്ങനെ നമുക്ക് കിട്ടുക എന്നുള്ളത്. ഇതൊരു കളർ സ്കെച്ചാണ്, ഒരു പുലിൻ്റെ. ഈ കളർ സ്കെച്ചിന് കറക്റ്റായിട്ട് വുഡിൽ വർക്ക് ചെയ്യാനുള്ള ഓർഡറാണ് അവർക്ക് കിട്ടുന്നത്. ഇതാണ് സാധനം. ഇത് വുഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയത്. ഫുൾ വുഡാണ്. പേപ്പറിൽ കാണുന്നത് ഫുള്ള് സ്കെച്ചുമാണ്. ഇത് ശരിക്കും കുതിരൻ്റെ സാധാരണ ഒരു പിക്ചേഴ്സാണ്. ഇതിന് അതേപോലെ പിന്നെ ശരിക്കും വുഡിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം. അത് അവിടെ വർക്ക് കംപ്ലീറ്റ് ആയിക്കോ. അതാ നോക്കി, അതാ ഞാൻ കാണിച്ചു തരാം. ഇതാ ഗംഭീര വർക്കല്ല, നോക്കി നമ്മൾ അതിശയിച്ച് പോകുന്ന തരം വർക്ക്. അത് ഓരോ പീസും ഇതിൽ പ്രത്യേകം എന്ന് വെച്ചാൽ ജസ്റ്റിസിന് സിമ്പിൾസിൻ്റെ ഈ പീസുകളിൽ ഇതൊക്കെ പീസസാണ്. സിംഗിൾ പീസുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഇത് വാലൊക്കെ ഇനി വെക്കാണ്ട്, വാലൊന്നും വെച്ചിട്ടില്ല. എന്താ പീസുകളുണ്ടല്ലേ, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാ കംപ്ലീറ്റ് പീസസാ. ഇതെല്ലാം വരെ ആവശ്യങ്ങളുടെ ഡിഫറെൻറ്റ് കളർ. അതുണ്ടല്ലേ, ഇത് റെഡ് കളർ വരുന്നത്, ഇത് റെഡ് വരുന്നുണ്ട്, ഇത് ബ്ലാക്ക് വരുന്നുണ്ട്, ഇത് ഡാർക്ക് കളർ വരുന്നുണ്ട്, ഇത് സിൽവർ കവർ. 54-60 തരം മരങ്ങളുടെ കളക്ഷൻ ഉണ്ട് ഇവരെടുത്ത്. ഇതൊക്കെ വർക്ക് ജസ്റ്റ് പെൻഡിങ്ങിൽ ഇട്ട് വെച്ചതാണ്, പിന്നീടേക്ക് ചെയ്യാൻ വേണ്ടി. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് പോർട്രേറ്റിൻ്റെ ഒരു ജസ്റ്റ് ഭാഗങ്ങളാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. പഴയ വീടുകളുടെ ಪಿಲ್ಲರ್ಗಳಾണ് ಇದು. ಸರ್ ಏನು ಮಾಡ್ತಾರೆ ಇದು? ಅದು ಪಾಲಿಶ್ ಮಾಡಿ ಬೇರೆ ಹೊಸ ಮನೆಗಳು ಯೂಸ್ ಮಾಡ್ತೀವಿ. ಹೊಸ ಮನೆಗೆ ಯೂಸ್ ಮಾಡ್ತಾರೆ. ಮೀನ್ಸ್ ಅದನ್ನು ಫಿನಿಶ್ ಮಾಡ್ತಾರೆ. ಫುಲ್ ಫಿನಿಶ್ ಮಾಡಿ ಎಲ್ಲಿ ಡ್ಯಾಮೇಜ್ ಇದೆ ಅದೆಲ್ಲ ರೆಡಿ ಮಾಡಿ ಕ್ಲೀನ್ ಆಗಿ ರೆಡಿ ಮಾಡಿ ಹೊಸದು ಮೀನ್ಸ್ ಹಳೆ ತರ ಆಗುತ್ತೆ. ಅದು ಆಂಟಿಕ್ ಮನೆ, ಆಂಟಿಕ್ ಬರುತ್ತಲ್ಲ ಆ ತರ ಮಾಡ್ತಾರೆ. ಈ ತರ ಶೇಪ್ ಎಲ್ಲ ಸಿಗಲ್ಲ ಈಗ, ಮಾಡಕ್ಕೆ ಕಾಸ್ಟ್ಲಿ ಬೀಳುತ್ತೆ. അതിന് പ്രത്യേകത വെച്ചാൽ ഇത് ഇത്തരം ഷേപ്പിൽ ഇപ്പൊ കിട്ടൂല. അപ്പൊ ഇതെന്താ, ഇവര് പണ്ടത്തെ വീടുകൾ പൊളിച്ചതിന് ശേഷം ഇവരെ ഏൽപ്പിക്കും. അപ്പൊ ഇവര് ഇതെന്ത് ഫുൾ ഫിനിഷ് ആക്കിയിട്ട് പഴയ ലെവലിൽ ഫുൾ ഫിനിഷിങ്ങിൽ ഇതാക്കിയിട്ട് ഇത് ഇവര് കൊടുക്കുക ചെയ്യുന്നത്. ಇದು ಹುರುಗುಲೆ ಅಂತ. ಹುರುಗುಲೆ ಅಂತ. ಉರುಗುಲ ಇದು ಸ್ಟಾರ್ಟಿಂಗ್ ಬ್ರಿಟಿಷ್ ಕಾಲದಲ್ಲಿ ಬ್ರಿಟಿಷರು ಹೋಗ್ಬೇಕಾದ್ರೆ ಚಿನ್ನಾಗಿ ನಾವು ತಗೊಂಡೋದ್ರಲ್ಲ, ಈ ವುಡ್ ಕಟ್ ಮಾಡ್ಕೊಂಡು ತಗೊಂಡೋಗಿದ್ದಾರೆ. ಬ್ರಿಟನ್ ತಗೊಂಡೋಗ್ತಾರೆ. ಬ್ರಿಟನ್ ತಗೊಂಡೋಗಿದ್ದಾರೆ ಇದನ್ನ. ಈ ವುಡ್ ಅಷ್ಟು ವ್ಯಾಲ್ಯೂಬಲ್. ಏನು ಹೆಸರು? ಹುರುಗುಲೆ ಅಂತ. ഉരുഗുല. സാറ്റൻ വുഡ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ. മാരേജ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ്, പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനെ വുഡ്, ജാക്ക് ഫ്രൂട്ട് പ്ലാവിൻ്റെ എന്ന് വെച്ചാൽ പ്ലാവിൻ്റെ വുഡ് പീസ് ഉണ്ടാക്കുന്നതാണ്. അതിന് വർക്ക് ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ. ഇതെല്ലാം വർക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഇത് ഡിഫറെന്റ് കൈൻഡ് വുഡുകളാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്.
ഇത് റോസ് വുഡ്. ഇത് റോസ് വുഡ്. ഓക്കെ, ഇത് റോസ് വുഡ് എന്ന് പറയുന്നത് ഒറിജിനൽ റോസ് വുഡ്. അതിലൊരു പെയിന്റിംഗ് ഒന്നുമില്ല, ഒറിജിനൽ അവർ എടുത്തതിന് ശേഷം അത് ഉപയോഗിക്കുന്നത്. ഇത് റോസ് വുഡ് കളർ. ഇത് അത് റോസ് വുഡ് ആണ്, പക്ഷെ കളർ ഡിഫറെന്റ് കളറാണ്. ഇത് റോസ് വുഡിൽ 6 to 7 ടൈപ്സ് ഓഫ് റോസ്. റോസ് വുഡിൽ 6-7 തരം കളറുകൾ വരും. ഇതെല്ലാം റോസ് വുഡ്. ഇതല്ല റോസ് വുഡ്, അതെല്ലാം അവർ കട്ട് ചെയ്തിട്ട് വെച്ചതാ. ഇത് ടാമറിൻ. ഓക്കെ, പുളി. ഇത് ടാമറിൻ മരം, ഇത് വേറെ കളറ്. ഇതെല്ലാം ടാമറിൻ കളർ, പുളിൻ്റെതാണ്. ഇത് കടുകാണിട്ട്. കടുക. ഫേസ് കളർ യൂസ് பண்ணுவோம். ഓക്കെ. നമ്മൾ ഫേസ് കളർ യൂസ് பண்ணுவோம். ആ കളറിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ മരം. ലോക്കൽ വുഡാ. മഡ്ഡി. ഓക്കെ. ഇത് സ്ലേറ്റ് മത്തി. ഓക്കെ. ഇത് ബുഗ്രി മരം. ബുഗ്രി ഇംഗ്ലീഷ്. അത് ലോക്കൽ മരം. അത് ജാക്ക് ഫ്രൂട്ട്. ഓക്കെ. ഇത് പ്ലാവിന്റെ ഒക്കെ ഡിഫറെന്റ് ഓരോന്നല്ല, ഓരോ കളേഴ്സ് ആണ്. കാരണം നമ്മൾ പെയിന്റിനാണ് ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ പെയിന്റ് മിക്സ് ചെയ്തിട്ട് കളർ ഉണ്ടാക്കണം. ഇവിടെ ഒറിജിനൽ കളർ സെലക്ട് ചെയ്തതിനു ശേഷം ആണ് ഇവർ ഉപയോഗിക്കുന്നത്. പടൂക്ക. ഓക്കെ. അത് അണ്ടമാൻ നിക്കോബാർ. ഇത് അന്തമാൻ നിക്കോബാർ എന്ന് വരുന്ന വുഡാണിത്. നമ്മളെ കേരളത്തിലും കർണാടകയിലും അവൈലബിലിറ്റി ഇല്ലാത്ത. ഇത് നീലി. ഓക്കെ. കടാക്ഷി. ഇത് മൂക്കുർച്ചി. പിങ്ക് വരം. മൂക്കുർച്ചി പിങ്ക് ടൈപ്പ് വരം. പിങ്ക്. ഓക്കെ. ഇതാണ് പതിമുഖം. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇത് ഈ കളറിൽ എക്സാക്ട് കിട്ടുന്നതാണ് പതിമുഖം. നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടിട്ട് കുടിക്കുന്നത് ആയുർവേദം പോലെയാണ്. ഇത് ചമ്പ എന്ന് പറയുന്ന വുഡാണ്. ഇത് ഒരു 5-6 തരം കളർ ഡിഫറെന്റ് വെറൈറ്റി ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. ചമ്പ. ഓക്കെ. ഇത് ദേവദാരു. ഇത് ദേവദാരു എന്ന് പറയുന്നത്. സിൽവർ ഓക്ക്. ഓക്കെ. ഇതാണ് സിൽവർ ഓക്ക്. അവിടെ എടുത്താ വന്നിട്ട് ചേർക്കും. ഒരു 50 to 60 ಬಂದ್ರೆ ಕ್ಲೈಂಟ್ ಹಂಗೆ ಡಿವೈಡ್ ಮಾಡ್ಕೊಳ್ತೀವಿ. ಓಕೆ. ഇത് ആരുടെ പോർട്രേറ്റ്? ಅದು ಒಬ್ರು ಆರ್ಟಿಸ್ಟ್. ഇതൊരു പോർട്രേറ്റ് ചെയ്യാനുള്ള ഇത് ഡ്രോയിങ് റെഡിയാക്കി വെച്ചതാണ്. ചിലത് കസ്റ്റമർ കൊടുക്കും ഡ്രോയിങ്, ഔട്ട്ലൈൻ ഇവർ ഇവിടെ ചെയ്യുന്നത്. ಆರ್ಡರ್ ಸರ್, ಅದೇನು ಅವ್ರದ್ದೇ ಡಿಸೈನ್. ಅದು US ಕ್ಲೈಂಟ್ ಆರ್ಡರ್. ಅದು US ಅದು ಅವ್ರದ್ದೇ ಡಿಸೈನ್. ಅದೇನಂತ ಪ್ರಾಪರ್ಟಿ. ഇത് അമേരിക്കയിൽ നിന്ന് വന്ന ഓർഡറാണ്. ഇത് അവർ തന്നെ ഡിസൈൻ കൊടുത്തതാണ്. അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നേരത്തെ പരിചയപ്പെട്ടിരുന്ന സുരേഷ് സാറിന്റെ ബ്രദറാണിത്. പേരെന്താ? കൃഷ്ണകുമാർ എന്നാണ്. ഇവർ അനിയനാണ്. ഇവരിതേപോലെ ഇവിടെ ജസ്റ്റ് ഇതേ സെയിം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വുഡ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, പലതരം വുഡുകൾ. ಇದು ಮಡ್ಡಿ. ಇದು ಕಡ್ಗ ಮರ. ಮಡ್ಡಿ. ಇದು ಅದೆಲ್ಲ ರೋಸ್ ವುಡ್. ಇಲ್ಲಿ ಲೋಕಲ್ ಸಿಗುತ್ತೆ, ಮತ್ತೆ ಸ್ವಲ್ಪ ಹೊರಗಡೆ ಸಿಗುತ್ತೆ. ಮತ್ತೆ ಚೆನ್ನೈಯಲ್ಲಿ ತರಿಸ್ತೀವಿ, ಕೇರಳ ತರಿಸ್ತೀವಿ, ಅಂಡಮಾನಿಂದ ಸ್ವಲ್ಪ ಹಂಗೆ ಎಲ್ಲ ಕಡೆ. ಹೌದು. ಈ ಕೇರಳ ಅಂದ್ರೆ ಈ ಎಬೋನಿ ಮತ್ತೆ ಈ ಅದು ಎಬೋನಿ ಅಂದ್ರೆ ಫುಲ್ ಬ್ಲ್ಯಾಕ್ ಬರುತ್ತೆ. ಅದು ಫುಲ್ ಬ್ಲ್ಯಾಕ್ ಬರುತ್ತೆ. ಕೇರಳ ಮತ್ತೆ ಕೇರಳ ಸಿಗುತ್ತೆ, ಇಲ್ಲಿ ಲೋಕಲ್ ಸಿಗುತ್ತೆ. ಮತ್ತೆ ಪದಿಮುಗಂ ಬಂದು ಕೇರಳ ಸಿಗುತ್ತೆ. ಮತ್ತೆ ಇಲ್ಲಿ ಕರ್ನಾಟಕದಲ್ಲಿ ಸಿಗೋದಿಲ್ಲ ಸರ್. ನಾವು ಮಾಡೋದು പഴയ വർക്കാണ്, പെൻഡിങ്ങിൽ ഇട്ടതാണ്. പിന്നെ ചെയ്യാൻ ಎಷ್ಟು ದಿನ ಬೇಕು ಇದು? ಆ್ಯಕ್ಚುಲಿ 2 ದಿನ. ഒരു 100 റോള്. പറ്റിയ കറക്റ്റ് മാച്ച് കളർ നോക്കിയതിന് ശേഷം അതിലേക്ക് പേപ്പർ ഒട്ടിക്കുന്നതാണ്. സ്കെച്ച് ഒട്ടിച്ചതിന് ശേഷം അത് ആ വുഡിലേക്ക് പേസ്റ്റ് ചെയ്യും.
ആ പൊസിഷൻ നോക്കിയിട്ട് കറക്റ്റ് വുഡിലേക്ക് പേസ്റ്റ് ചെയ്യും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കൺജസ്റ്റഡ് ആണ് വളരെ. ശരിക്കും ഇതൊരു വലിയൊരു വർക്ക്ഷോപ്പിനുള്ള സാധ്യതകളുണ്ട്. ഇവിടുത്തെ ഓർഡറുകളൊക്കെ വരുന്നത് ഫോറിൻ നിന്നാണ് അധികം. ഇപ്പോൾ ഇത് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അമേരിക്കൻ ഓർഡറാണ്. ഇത് ശരി USA നിന്ന് വന്ന ഓർഡറാണ്. ഇപ്പം ഡ്രോയിങ് വരെ അവരിങ്ങോട്ട് കൊടുത്തയച്ചതാണ്, ഏജൻറ്റ് വഴിയാണെന്ന് മറ്റൊന്നും അറിയില്ല. പിന്നെ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഒബാമൻ്റെ ചിത്രം ഉണ്ടായിരുന്നു, അത് തിരിച്ചു കൊണ്ടുപോയി. അത് കുറച്ച് വർഷം മുമ്പാണ്, പ്രസിഡൻ്റ് ആയ സമയത്ത്. പിന്നെ അതുപോലെ വലിയ വലിയ ചൈനയിലെ പ്രസിഡന്റുമാർ അങ്ങനെ പല വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് പബ്ലിക്കിന് അത്ര അറിയില്ല എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ പലതരം വർക്കുകൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ട് നടക്കുന്നത്. വുഡിൻ്റെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വുഡുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 60 തരം വുഡുകൾ ഉപയോഗിക്കുന്നുണ്ട് കേരളം, തമിഴ്നാട് പല ഭാഗത്തുമായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു ഈ പോർട്രേറ്റ്, ഇതുപോലുള്ള പോർട്രേറ്റ് എക്സാക്റ്റായിട്ട് വുഡിലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ. അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കറക്റ്റായിട്ട് പൊസിഷനിലൊന്നും അല്ലുള്ളത്. അപ്പം ഞാൻ അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് കാണിക്കാൻ അവരൊക്കെ തിരക്കില്ല, ബിസിയാണ്. അപ്പോൾ ഇതുണ്ട്, ഞാൻ പെട്ടെന്ന് വന്നപ്പോഴാണ് ഇവിടെ ഒബാമൻ്റെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ചിത്രം പോർട്രേറ്റ് വരച്ച് കൊടുത്തയച്ചത്. ഇവിടെ ഒബാമൻ്റെ ഒരു ചിത്രമുണ്ട് പഴയത്, ഒരു വാളിൽ ഇതാ കാണുന്നത്. ഇതാ വാളിൽ കാണുന്നത് ഒബാമൻ്റെ ചിത്രം, ഫാമിലി ചിത്രം. അതിൻ്റെ ക്ലോസപ്പ് കാണിച്ചത്. പണ്ട് ഒബാമക്കൊരു പോർട്രേറ്റ് വരച്ച് കൊടുത്തയച്ചിരുന്നു ആരോ. അതിനുശേഷം ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോഴുണ്ട് ഒബാമൻ്റെ ഒരു ഫാമിലി ചിത്രം, ഫുള്ള് വുഡിൽ ചെയ്ത, ഇതേ ആർട്ടിൽ ചെയ്ത വർക്കാണ്. ഇത് ശരിക്കും അവർ റിമംബറൻസിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അവർ വലിയൊരു വർക്ക് അമേരിക്കയ്ക്ക് കൊടുത്തയച്ചിരുന്നത്. ഒബാമൻ്റെ നിൽക്കുന്ന, കാരണം ഇത് കംപ്ലീറ്റ് അല്ല, അത് ജസ്റ്റ് പല ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്യാണ്ട് വർക്ക്. ഇതിങ്ങനെ ഇപ്പോൾ ഒരു ഒറ്റ പീസിൽ തന്നെ 6 കളേഴ്സ് ഒരു ಕಟ್ ചെയ്തെടുക്കും അല്ലേ? ഇപ്പൊ കാണിച്ചു ഇതൊരു ലൈറ്റ് മീഡിയം കളർ, ഡാർക്ക് ಅದಕ್ಕಿಂತ ಡಾರ್ಕ್, അതിലും ഡാർക്ക്, അതിലും ഡാർക്ക്. അതെ അതെ. അപ്പോൾ ഒരുപാട് കളേഴ്സ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഇനി മാറ്റി ഒറ്റ വുഡാണ് പീസിന്ന്. വുഡ് മാച്ച് ചെയ്തിട്ട് വെക്കുകയാണല്ലേ. ഈ പീസ് ഇപ്പോൾ അവർ വെച്ചല്ല, ഈ പീസ് അങ്ങനെ പീസ് ഇങ്ങനെ പാച്ച് ചെയ്തതിന് ശേഷമാണ് ഈ കംപ്ലീറ്റ് വർക്ക് ആവുന്നത്. ഇപ്പം ഒരുപാട് ടൈം വേണം. അങ്ങനത്തെ ഒരു വർക്ക് 2 ദിവസം എടുക്കും ഇവർക്ക്. 2 ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഫാസ്റ്റാണ്. കാരണം അത്രക്കും വർക്കുകളുണ്ടല്ലോ ചെയ്യാൻ. സ്റ്റെൻസിൽ ചെയ്യണം, കട്ട് ചെയ്യണം, ഓരോരോ പീസ് ഇങ്ങനെ വെക്കണം. ഈ ബാക്കിയുള്ള പീസ് ഇങ്ങനെ വരുന്നു. ഓക്കെ. വേറൊരു വർക്ക് ಇದೇನು ಸರ್ ವರ್ಕ್? ಇದು ಡಿಸೈನರ್ ಇದ್ದಾರೆ ಡೆಲ್ಲಿಲಿ. അത് ഡൽഹിക്ക് ഉള്ളത് വർക്കാണ്. ഇത് കൊടുത്തയക്കുന്നത് സ്കെച്ച് ഉണ്ടാക്കാൻ. ഇതുപോലുള്ള ജസ്റ്റ് ഡെക്കറേറ്റീവ് വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ.
ഇത് ജസ്റ്റ് വീടുകളുടെ വാളിലേക്കുള്ള വർക്കാണിത്. അപ്പോൾ അതാണ് ഇങ്ങനെ പീസിൽ കട്ട് ചെയ്യുന്നത്. ഈ ഒരു ചിത്രം ഒരു കസ്റ്റമർ കൊടുത്തതാണ്. അതിനെ ശരിക്കും വുഡിൽ ഉണ്ടാക്കിയുണ്ടല്ലേ. ഈ കളേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം കുറച്ച് നേരത്തെ ചെയ്ത് വെച്ച വർക്കുകളാണ്. വുഡ് പീസസ് മനസ്സിലാവുന്നില്ലേ ശരിക്കും? ഈ ബട്ടൺ കാണുന്നില്ല, ഇതങ്ങനെ ബട്ടൺ ഇതെല്ലാം ജസ്റ്റ് ആർട്ട് വർക്കാണ്, വുഡണിൽ ചെയ്തതാണ്. പക്ഷെ ഇത് എന്തിനാന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരടുത്ത്, ചോദിച്ചപ്പോൾ പറഞ്ഞ ഫ്രിഡ്ജിൻ്റെ മേലെയൊക്കെ ഡ്രോയിങ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് എന്ന്. നിങ്ങൾ എടുക്കുക, അത് ഫ്രിഡ്ജിൻ്റെ ഏത് ഭാഗത്ത് വേണേലും ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ വെറുതെ മാഗ്നറ്റിക്കാണ്. അപ്പോൾ പല പെയിൻറ്റിങ് പോലെ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എവിടെ ഫ്രണ്ടൊക്കെ വെക്കാൻ പറ്റും. നേരത്തെ കണ്ട അതിനെ സാൻഡ് പേപ്പർ ഇട്ടാണ് ಫಿನಿಶಿಂಗ್ലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ಪೀಸಸ್ ಮಾಡ್ತಾರೆ. ಕೇಸ್ ಕಟ್ ಮಾಡಲಿಕ್ಕೆ ಔಟರ್ ತಗೋತಾರೆ ಸರ್, ತೋರ್ಸೋದಕ್ಕೆ ಔಟರ್ ತಗೋತಾ ಇದ್ದಾರೆ. ಔಟರ್ ಕಟ್ ಮಾಡ್ತಾರೆ.